മുണ്ടത്തിക്കോട് സതീഷിന്റെ നേതൃത്വത്തിലാണ് അവിടെ തിരുവമ്പാടി ദേവസ്വത്തിന്റെ വെടിക്കെട്ടിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഉണ്ടായിരുന്നത്. 5 വെടിപ്പുരകൾ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ സാധന സാമഗ്രികളെല്ലാം സൂക്ഷിച്ചിരുന്ന 5 പടക്കപ്പുരകൾ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെയാണ് സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. ആളൊഴിഞ്ഞ മേഖലയാണ്. പക്ഷേ സമീപത്തെ വീടുകൾക്കൊക്കെ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോഴും അവിടെ നിന്ന് തീ പടരുന്നതും പുക ഉയരുന്നതും ഒക്കെ നമുക്ക് കാണാം. പൊട്ടിത്തെറി തുടരുകയാണ്. വലിയ ദുരന്തം എന്ന് തന്നെ നമ്മൾ പറയണം. 3 മരണം സ്ഥിരീകരിക്കുകയാണ്. മുണ്ടത്തിക്കോട് സതീഷ് വളരെ പരിചയസമ്പത്തുള്ള ആളാണ്. അദ്ദേഹം ഇത്തരത്തിൽ തിരുവമ്പാടിയുടെയും പാറമേക്കാവിന്റെയും ഒക്കെ തന്നെ വെടിക്കെട്ടിന് നേരത്തെ നേതൃത്വം നൽകിയിട്ടുള്ളതാണ്. കഴിഞ്ഞതിന് തൊട്ട് മുൻപത്തെ വർഷം 2 ദേവസ്വത്തിന്റെയും വെടിക്കെട്ടിന് നേതൃത്വം നൽകിയത് അദ്ദേഹമാണ്. നെന്മാറ വല്ലങ്കി വേല, ഈ അടുത്ത് കഴിഞ്ഞ നെന്മാറ വല്ലങ്കി വേലയിലും മുണ്ടത്തിക്കോട് സതീഷ് വെടിക്കെട്ടിന് നേതൃത്വം നൽകിയിട്ടുള്ള ആളാണ്. നമ്മളതിൻ്റെ ദൃശ്യങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളും ഒക്കെ ആ ഘട്ടത്തിൽ കണ്ടതുമാണ്. ഏതായാലും 3 മരണം ഇപ്പോൾ സ്ഥിരീകരിക്കുകയാണ്. സമീപത്തെ വീടുകളിലുണ്ടായിരുന്നവർ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഉഗ്രസ്ഫോടനമാണ് കേട്ടത്. ജനൽ ചില്ലുകളൊക്കെ പൊട്ടിത്തെറിക്കുന്ന നിലയിലുള്ള ഒരു സ്ഫോടനമാണ് ഉണ്ടായത്. പുറത്തു വന്ന് നോക്കുമ്പോൾ അത് ആളിക്കത്തുന്ന നിലയിലായിരുന്നു ഈ വെടിക്കോപ്പുകൾക്കൊക്കെ തീ പിടിച്ച് പൊട്ടിക്കൊണ്ടിരുന്നതെന്നത്. ആദ്യഘട്ടത്തിൽ ആളുകൾക്ക് അങ്ങോട്ടൊക്കെ എത്താൻ പോലും കഴിയാത്ത സാഹചര്യമായിരുന്നു. ചില തൊഴിലാളികൾ അവിടെ തന്നെ ഉണ്ടായിരുന്ന ചില തൊഴിലാളികളാണ് കുറേ പേരെയൊക്കെ പുറത്തെത്തിക്കാൻ ശ്രമിച്ചതും അവരെയൊക്കെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിൽ 3 പേരുടെ മരണം സ്ഥിരീകരിക്കുന്നു. ഇനിയും എത്ര പേർ അവിടെ കുടുങ്ങിക്കിടപ്പുണ്ട് എന്നറിയില്ല. ഫയർഫോഴ്സും പോലീസും മറ്റ് രക്ഷാപ്രവർത്തകരും നാട്ടുകാരും ഒക്കെ അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ചില ശരീരഭാഗങ്ങളൊക്കെ നമ്മൾ സ്ട്രക്ചറിൽ കൊണ്ടുപോകുന്നത് കണ്ടു. ദാരുണമായ ദൃശ്യങ്ങൾ തന്നെയാണ്. ചിതറിയ നിലയിലാണ് പല ശരീരഭാഗങ്ങളും. 40-ലധികം തൊഴിലാളികൾ അവിടെ ഉണ്ട് എന്നാണ് നമുക്ക് ഇപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പലരുടെയും നില ഗുരുതരമാണ് എന്നുള്ള വിവരങ്ങൾ കൂടി വരുന്നു. ഒരു വലിയ ദുരന്തമാണ് തൃശ്ശൂർ പൂരത്തിന് കാത്തിരിക്കുന്നവർക്ക് കേൾക്കേണ്ടി വരുന്നത്. ദൃക്സാക്ഷികൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ 5-ലധികം ഷെഡുകൾ ആളിക്കത്തുന്നുണ്ട്. ഇപ്പോഴും അവിടെ അതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ജെയ്സൺ, ഒരുപക്ഷെ വലിയ ദുരന്തം എന്ന് തന്നെ നമ്മൾ പറയണം. അതിൻ്റെ വ്യാപ്തി ഇനിയും അറിയേണ്ടിയിരിക്കുന്നു. 3 മരണം സ്ഥിരീകരിക്കുകയാണ്. ഇപ്പോഴും എത്ര പേർ അവിടെ കുടുങ്ങിക്കിടന്നിട്ടുണ്ട്, ഇപ്പോഴും എത്ര പേരെ പുറത്തെത്തിക്കാനുണ്ട് എന്നതൊന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ആകെ ഒരു പുകച്ചുരുൾ കാണുന്നുണ്ട്. തീ കത്തുന്നതൊക്കെ നമ്മൾ കാണുകയാണ്. ഉഗ്രസ്ഫോടനങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഇനിയും മരണസംഖ്യ ഉയർന്നേക്കുമെന്ന ആശങ്കയാണ് ഇപ്പോൾ ഉള്ളത്. ജെയ്സൺ, വിനീത, തുടർച്ചയായ പൊട്ടിക്കൊണ്ടിരിക്കുക തന്നെയാണ് ഇപ്പോഴും. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോയാൽ ചെയ്താൽ ഈ അറ്റത്ത് ഇവിടെ ഒരുക്കി വെച്ചിട്ടുള്ളതാണ്. അത് ഇവിടെ ഈ വലത്തെ ഭാഗത്താണ് ഉണ്ടാവുന്നത്. അപ്പൊ നമ്മളവിടെ തെങ്ങാറ പോണ ആളാണ്. അത് കാരണം നമുക്ക് അറിയണതാണ്. ഈ പോണ വഴിയിൽ വലത്തെ ഭാഗത്താണ് ഇതൊക്കെ ഉണ്ടാവുക. എല്ലാതും ഇവിടെ തൃശ്ശൂർ പൂരത്തിന്റെ ഈ ഭാഗത്താണ് വെച്ചത്. ചേട്ടാ ഇന്ന് പോയിരുന്നു അവിടേക്ക്? ഇല്ല, ഞാൻ പോയിട്ടില്ല. ഞാൻ അവിടെ തെങ്ങാറ പോണ ആളാണ്. അതായത് ഇപ്പോൾ തുടർച്ചയായി പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ പരിസരത്തേക്ക് യാതൊരു രീതിയിലുള്ള സുരക്ഷാ പ്രവർത്തനത്തിന് പോകാൻ കഴിയാത്ത സ്ഥിതിയുണ്ട്. മാത്രമല്ല ഇവിടെ എത്ര തൊഴിലാളികൾ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയും ഇപ്പോഴില്ല വിനീത. ഇപ്പോൾ ആശുപത്രിയിൽ 5 പേരെ എത്തിച്ചിട്ടുണ്ട്. 3 പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. മറ്റു പല നാട്ടുകാർ പറയുന്ന പ്രകാരമാണെങ്കിൽ ഈ സംഭവം ഉണ്ടായി ഉടനെ തന്നെ ഇവിടെ എത്തിയ നാട്ടുകാർ പറയുന്ന പ്രകാരമാണെങ്കിൽ സമീപത്ത് പല സ്ഥലങ്ങളിലേക്കും കൈകാലുകളൊക്കെ ചിതറിക്കിടക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച വിശദമായ എത്രമാത്രം ഇതിന്റെ അപകടമുണ്ടായ സമയത്തെ ചില ദൃശ്യങ്ങൾ കൂടി നമ്മൾ കാണുമ്പോൾ വലിയ പുകച്ചുരുളുകളൊക്കെ, അതായത് ഉഗ്രസ്ഫോടനം നടന്നതിന്റെ ഭാഗമായി അത്രയധികം പുകച്ചുരുളുകൾ ആകാശത്തേക്ക് ഉയരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് അതിതീവ്രമായ സ്ഫോടനം. തൃശ്ശൂർ പൂരത്തിന് ഒപ്പം സാമ്പിൾ വെടിക്കെട്ടിന് തയ്യാറാക്കി വെച്ച വെടിമരുന്നുകൾ തിരുവമ്പാടി വിഭാഗത്തിന് ഒന്നാകെ ഒരുമിച്ച് പൊട്ടുന്ന ഒരു സാഹചര്യമാണ് എന്നാണ് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കുന്നത്. വിനീത, ഇന്ന് രാവിലെ നമ്മളിവിടെ വന്നിരുന്നു. ഇതിൻ്റെ ദൃശ്യങ്ങൾ പകർത്താനും വന്നിരുന്നു. ഞാൻ നമ്മളെ വീഡിയോ ജേർണലിസ്റ്റ് ഉൾപ്പെടെയുള്ള നമ്മുടെ മറ്റു സഹപ്രവർത്തകരോടൊക്കെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, വളരെ കനത്ത ചൂടാണ്. അതുകൊണ്ട് തന്നെ വളരെ സുരക്ഷിതവും സൂക്ഷ്മമായും ശ്രദ്ധിച്ച് മാത്രമേ ദൃശ്യങ്ങൾ പകർത്തേണ്ടതുള്ളൂ എന്ന കർശന നിർദ്ദേശം നൽകിയിരുന്നു. അത്രയേറെ ചൂടാണ്. അതുകൊണ്ട് തന്നെ ഏത് കാരണം കൊണ്ടാണ് ഇവിടെ ഈ അഗ്നിബാധ ഉണ്ടായത് എന്ന കാര്യം വ്യക്തമല്ല. സ്വാഭാവികമായി ഇതിൻ്റെ അയൽപ്പക്കത്ത് ഇത് നടന്നത് സംഭവം ഉണ്ടായതിന് സമീപത്തുള്ള വീട്ടിലെ ആളുകൾ പറയുന്നത് പ്രകാരമാണെങ്കിൽ വലിയ ശബ്ദം കേട്ടു. ആ ശബ്ദം കേട്ട അപ്പോൾ തന്നെ ആ വീടിൻ്റെ സമീപത്തുള്ള എല്ലാ വീടിൻ്റെയും ജനൽ ചില്ലുകൾ തകർന്നുപോയി എന്നതാണ് ഇതിൻ്റെ സമീപവാസികൾ പറഞ്ഞു. ഉടനെ തന്നെ ഇവിടേക്ക് വന്നിരുന്നു. വന്ന് നോക്കുമ്പോൾ പല സ്ഥലങ്ങളിലും ശരീരഭാഗങ്ങൾ ചിതറിക്കിടക്കുന്നത് കണ്ടു. അതോടൊപ്പം തന്നെ 4 പേരെ ആ സമയത്ത് തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി.